അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ രണ്ടാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഉഖ്സിമു വേണ്ട ഞാൻ സത്യം ചെയ്യുന്നു, ബിൻ നഫ്സി മനസ്സിനെ കൊണ്ടും, അല്ലവ്വാമ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. മനുഷ്യൻ്റെ അകത്തുള്ള മനസാക്ഷിയെയാണ് നഫ്സ് ലവ്വാമ എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 3 തരം ആത്മാവിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് നഫ്സ് അമ്മാറയാണ്, തിന്മയിലേക്ക് ചായുന്ന, തെറ്റുകുറ്റങ്ങളെ കൽപ്പിക്കുന്ന മനസ്സ്. രണ്ടാമത്തേത് ചെയ്ത തെറ്റിനെ കുറിച്ച് അവനവനെ തന്നെ കുത്തിപ്പറയുന്ന, ആക്ഷേപിക്കുന്ന മനസ്സ്. അതാണ് നഫ്സ് ലവ്വാമ. തെറ്റുകൾ ഒഴിവാക്കുന്നതിലും നല്ല വഴിയിലൂടെ സഞ്ചരിക്കുന്നതിലും സംതൃപ്തി കണ്ടെത്തുന്ന മനസ്സാണ് മൂന്നാമത്തെ മനസ്സ്, നഫ്സ് മുത്തുമഇന്ന. ഇതിൽ നഫ്സ് അമ്മാറയുടെയും നഫ്സ് മുത്തുമഇന്നയുടെയും ഇടയിലുള്ള നഫ്സ് ലവ്വാമയെ പിടിച്ചാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ അള്ളാഹു മനുഷ്യനിൽ നിക്ഷേപിച്ച ഒരു ബോധമാണ് ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, നന്മയേത് തിന്മയേത് എന്ന ബോധം. തിന്മയാണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ്, കൊലപാതകം ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്നറിഞ്ഞത് കൊണ്ടാണ് ആദ്യത്തെ കൊലപാതകിയായ ഖാബീൽ തൻ്റെ സഹോദരൻ്റെ മയ്യിത്ത് മറക്കാൻ ശ്രമിച്ചത്. ഏറ്റവും അധികം പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളും തങ്ങൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തികളാണ് എന്ന വിചാരത്തോടെയല്ല അത് നിർവഹിക്കുന്നത്. പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ അവനവൻ്റെ തന്നെ ഉള്ളിലെ സഹജാവബോധത്തിനെതിരെ പടവെട്ടുകയാണ് ചെയ്യുന്നത്. താൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ ന്യായീകരിക്കുന്ന വ്യക്തി തന്നെ അതേ തെറ്റ് തനിക്ക് നേരെ ആരെങ്കിലും ചെയ്താൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും. കാരണം തെറ്റിനെക്കുറിച്ചുള്ള ആദിബോധം എല്ലാ മനുഷ്യരിലും അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു. ഏത് കൊടും കുറ്റവാളിയുടെ മനസാക്ഷിയെയും സ്പർശിക്കാൻ കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവർക്ക് നന്മയോട്, സത്യത്തോടൊക്കെ ആദരവുണ്ട്. അവർ പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക്, ചില സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് അങ്ങനെയായി മാറിയതാണ് എന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ അവനവൻ്റെ തെറ്റുകളെ ആക്ഷേപിക്കുന്ന ഈ മനസ്സിനെ വളർത്തിയെടുക്കുകയാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. നഫ്സ് ലവ്വാമയെ വളർത്തിയെടുത്ത് നഫ്സ് മുത്തുമഇന്നയിലേക്കാണ് സത്യവിശ്വാസി എത്തിച്ചേരേണ്ടത്. സ്വന്തം തിന്മകളെ ആക്ഷേപിക്കുന്ന ഈ മനസ്സ് മരണാനന്തര ജീവിതത്തെ തെളിയിക്കുന്ന മനസ്സുകൂടിയാണ്. യൗമുൽ ഖിയാമയിലേക്കുള്ള സാക്ഷ്യപത്രമാണ് ഈ മനസ്സ്. നന്മ അംഗീകരിക്കപ്പെടണമെന്നും തിന്മ നിരാകരിക്കപ്പെടണമെന്നും അത് പൂർണ്ണമായി പാലിക്കാത്തവർ പോലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, എല്ലാ നന്മകളും അംഗീകരിക്കപ്പെടുന്ന, എല്ലാ തിന്മകളും നിരാകരിക്കപ്പെടുകയും എല്ലാ തിന്മകൾക്കും ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ലോകം അതേ മനസ്സിൻ്റെ തേട്ടമാണ്. അതിനാൽ നഫ്സ് ലവ്വാമ അന്ത്യനാളിലേക്കുള്ള തെളിവ് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ മാറ്റാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.